കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഞാന് ഫോട്ടോ എടുത്തിട്ട് ആമസോണിൽ ലിസ്റ്റ് ചെയ്യാം? പാക്കിംഗ് മെറ്റീരിയൽസ് എവിടുന്ന് കിട്ടും? ഇൻസ്റ്റാഗ്രാമില് ഞങ്ങള് പ്രൊമോഷൻ ചെയ്യണമെങ്കിൽ അതിന് പേയ്മെന്റ് വേണ്ടേ? എന്നതൊക്കെയാണ്. ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒരു സാധനം ഫോട്ടോ എടുത്ത് അയച്ചിട്ട് അത് പർച്ചേസ് ചെയ്യാൻ ഓർഡർ വന്ന ഒരു വീഡിയോ കണ്ടു. ഞാൻ ഇതുപോലെ തന്നെയാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇപ്പോൾ അവിടെ പോയി ഒന്ന് ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തിട്ട് അത് ഇതിൽ ഇൻസ്റ്റഗ്രാമിലെല്ലാം ഇടണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിന് തന്നെ വേറെ പേയ്മെൻറ്റ് ചെയ്യണ്ടേ? അല്ലാതെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നമുക്ക് വേണമല്ലോ, ഒന്നെങ്കിലല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നിട്ട് പിന്നെ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു നല്ലൊരു സാധനം നാം കണ്ടു, അത് നമ്മൾ ഇതിലിട്ടു. അപ്പോൾ അതിന് ഒരു പീസാണ് ഫോട്ടോ ഇട്ടത്. അതിൻ്റെ പ്രൈസും എല്ലാം നമ്മൾ ഇടണമല്ലോ. അപ്പോൾ നമ്മൾ അത് നമുക്കും കൂടെ കിട്ടുന്ന തരത്തിൽ പ്രൈസ് ഇട്ടിട്ട് ഇടുകയാണോ വേണ്ടത്? അതുപോലെ അതെങ്ങനെയാണ് ആമസോണിൻ്റെ പാക്കറ്റ് എങ്ങനെ ചെയ്യുക? ആമസോൺ സ്റ്റിക്കറുള്ള പാക്കറ്റ് ചെയ്യണ്ടേ? അതാര് ചെയ്യും? അതെങ്ങനെ ചെയ്യും? അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാനുണ്ടല്ലോ. നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തൊന്നും എപ്പോഴും പോകുന്നില്ല, ഇതിനു വേണ്ടി തന്നെ പോകണം. അപ്പോൾ നമുക്കത് വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ പ്രോബ്ലം അല്ലേ? അപ്പോൾ അതെങ്ങനെ ചെയ്യും എന്നാണ്. ഓക്കെ. ഇ-കൊമേഴ്സ് ബിസിനസ് ചെയ്യുന്ന എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് സ്റ്റോക്ക് എവിടുന്ന് കിട്ടും? പാക്കിംഗ് മെറ്റീരിയൽസ് എന്താ ചെയ്യേണ്ടേ? എങ്ങനെയാണ് അത് പ്രൊമോഷൻ ചെയ്യുക എന്നതൊക്കെ. ഈ ഒരു ചോദ്യം വരാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ലോക്കൽ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ലോക്കൽ സ്റ്റോർ കണക്ട് ചെയ്യാം. ആ സ്റ്റോറിൽ പോയിട്ട് അവിടുന്ന് നല്ല നമ്മുടെ ഏത് പ്രൊഡക്റ്റ് ആണോ കാറ്റഗറി ആണോ നോക്കിയിട്ട് ആ ഒരു ഫോട്ടോ എടുക്കുക. ChatGPT പോവുക, നല്ല ഇമേജസ് ക്രിയേറ്റ് ചെയ്യുക, നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, ആമസോണിൽ ലിസ്റ്റ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിംഗ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ മാഡം ചോദിച്ചത് എന്തൊക്കെയാണ് ചെയ്യുക, നമുക്ക് എത്ര ബെനിഫിറ്റ് കിട്ടും, കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാനത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, ഇവിടെ കാര്യമായിട്ട് വന്നിട്ടുള്ളത് ഫോട്ടോസ് എങ്ങനെ എടുക്കാം, ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യാം, ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് ആരാണ് ഫിക്സ് ചെയ്യുക, എങ്ങനെയാണ് പ്രൈസ് കാൽക്കുലേഷൻ ചെയ്യുക, പ്രോഫിറ്റ് എങ്ങനെയാണ് ചെയ്യുക, അതുപോലെ ആമസോണിൻ്റെ പാക്കിംഗ് എവിടുന്ന് കിട്ടും, ഓർഡർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പാക്ക് ചെയ്യുക, ആരാണ് പാക്ക് ചെയ്യുക, സ്റ്റിക്കർ എവിടുന്ന് കിട്ടും. ഈ ഒരു കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇ-കൊമേഴ്സിൻ്റെ ഒരു ലൈസൻസ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അത് ഈ ട്രേഡ് ലൈസൻസ് അതുമായി ബന്ധപ്പെട്ട 1-2 ലൈസൻസുകളുണ്ട്. നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാം. ഇ-കൊമേഴ്സിന് വേണ്ടിയുള്ള ഫസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം പ്രൊഡക്റ്റ് അവയർനെസ് ആണ്. നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റിലാണോ അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലാണോ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ഉള്ളത്, ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള പ്രൊഡക്റ്റും അല്ലെങ്കിൽ കാറ്റഗറിയാണ് ലിസ്റ്റിംഗ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്നാലേ നമുക്ക് കസ്റ്റമറെ കുറിച്ച് കൂടുതൽ അറിയാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ക്ലാരിറ്റി ഇല്ല, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് വേണ്ടത്, പ്രൊഡക്റ്റ് എവിടെ നിന്ന് കിട്ടും, അത് എങ്ങനെ ലിസ്റ്റ് ചെയ്യാം എന്നതൊക്കെയാണ് പല ആളുകളും നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം. അപ്പോൾ അതിനുള്ള ഒരു ഒരു ബ്രേക്ക് ചെയ്യാനുള്ള കാര്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോക്കൽ മാർക്കറ്റിലേക്ക് പോകുന്നു, ഒരു ഫോട്ടോ എടുക്കുന്നു, നിങ്ങളുടെ കാറ്റഗറിയിലെ ഫോട്ടോ എടുക്കുന്നു, ChatGPT പോയി അത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇമേജസ് 1-2-3 ഇമേജസ് ഡിസൈൻ ചെയ്യുന്നു, നല്ല രൂപത്തിൽ അത് കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആമസോണിൽ പോസ്റ്റ് ചെയ്യുന്നു. ഈ ആമസോൺ 2 രൂപത്തിലുള്ള ആഡ്സ് ഉണ്ട്. ഒന്ന് ആമസോണിലെ ഇന്റേണൽ ആഡ്സ്, രണ്ടാമത് മെറ്റ ആഡ്സ്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ളതിൽ നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറ്റും. ഈ പ്രൊമോഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പേയ്മെന്റ് ചെയ്യണം. അത് 10 ദിറംസോ 20 ദിറംസോ നിങ്ങളെ എത്രയാണോ നിങ്ങൾ ബഡ്ജറ്റ് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ അതിൽ ഓർഡർ വരും. ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് ആമസോണിൽ ഇതുപോലുള്ള പാക്കിംഗ് കിട്ടും. അപ്പോൾ പാക്കിംഗ് കിട്ടുമ്പോൾ ആമസോണിൻ്റെ പാക്ക് തന്നെ ഫസ്റ്റ് തന്നെ ആദ്യം വരുന്ന കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ 1-2 പാക്കറ്റ് നമ്മൾ പുറത്തുനിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുക. അപ്പോൾ ആമസോണിൽ ഫസ്റ്റ് ഓർഡർ വരുന്ന സമയത്ത് അവർ വിളിക്കും, എവിടെയാണ് ലൊക്കേഷനൊക്കെ ചോദിച്ചിട്ട് അവർ വിളിക്കും. അപ്പോൾ ആ വിളിക്കുന്ന സമയത്ത് ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ തന്നെ അവരോട് പറയാം എനിക്ക് പാക്കിംഗ് മെറ്റീരിയൽസ് ഇല്ല, അപ്പോൾ അത് കൊണ്ടുവരണം എന്ന് പറയാം. അത് ഫ്രീ ആണ്, അവരെന്നെ അത് തരും. അത് തന്നു കഴിഞ്ഞാൽ ആ ഒരു പാക്കറ്റ് തന്നെ പാക്ക് ചെയ്യാം. 2 തരത്തിലുള്ള പ്രിന്റിംഗ് ഉണ്ട്. ഒന്ന് ലേബൽ പ്രിന്റിംഗ് എന്ന് പറയുന്നത് ഒട്ടിക്കുന്ന പ്രിന്റിംഗ്, ഗമ്മുള്ള പ്രിന്റിംഗ്. രണ്ടാമത് ഇതേപോലെ A5 വരുന്ന പ്രിന്റിംഗ്.
അപ്പോൾ ഇത് സാധാ A5 തന്നെ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഒരു പക്ഷേ പ്രിന്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പ്രിന്റ് ചെയ്യാം. ഇനി പ്രിന്റർ ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്തുള്ള പ്രിന്റിംഗ് ഷോപ്പിൽ പോയിട്ട് പ്രിന്റ് ചെയ്യാം. ചെറിയ എമൗണ്ട് അതിന് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉള്ളിൽ തന്നെ ഒരു കവറാണ്. അത് കവറിലിട്ട് പ്രൊഡക്റ്റ് താഴെ ഉള്ളിൽ ഇതിനകത്ത് പാക്ക് ചെയ്യുക. എന്നിട്ട് നല്ല രൂപത്തിൽ ഒട്ടിക്കുക. ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ആമസോണിൻ്റെ ആൾ വരും. അവർ ഇത് QR കോഡ് സ്കാൻ ചെയ്യും, അവർ കൊണ്ടുപോകും. ഇത്രയേ ഉള്ളൂ അതിൻ്റെ സിസ്റ്റം. അപ്പോൾ ഇതിന് ഫോട്ടോൻ്റെ കാര്യം പറഞ്ഞു. ഇനി പ്രൈസ് എത്ര പ്രൈസിൽ ഇടണം? ഇപ്പോൾ നമ്മുടെ ആമസോണിൽ ഒരു റെഫറൻസ് ഫീസ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേറെ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് കാൽക്കുലേറ്റർ എങ്ങനെയാണ്, എത്രയാണ് എമൗണ്ട് ഉണ്ട് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു തന്നിട്ട് നമ്മുടെ ചാനലിലുണ്ട്, അത് കാണാം. അപ്പോൾ ഉദാഹരണത്തിന് എത്ര എമൗണ്ട് വരുന്നത് വെച്ചാൽ ആ ഒരു എമൗണ്ട് പ്ലസ് ആമസോണിൻ്റെ ഒരു റെഫറൻസ് ഫീസ്, ഡെലിവറി ചാർജ് ഉണ്ടെങ്കിൽ അത് അങ്ങനെയാണ് അതിൽ പ്രോഫിറ്റ് ഇടേണ്ടത്. അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് കിട്ടിയിട്ട് വേണം അത് പിന്നെ പ്രൈസ് ഇടാൻ വേണ്ടിയിട്ട്, അല്ലേ? ബിസിനസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രോഫിറ്റ് വേണം, എന്നാലും ബിസിനസ് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സർവീസ് ആയി പോകും. ഓക്കെ. പിന്നെ ആമസോണിൽ അത് ഓർഡർ വന്നു കഴിഞ്ഞാൽ പാക്കിംഗ് മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞു നേരത്തെ, പാക്കിംഗ് മെറ്റീരിയൽസ് എടുക്കുന്നു, ആമസോണിൽ അത് സ്റ്റിക്കർ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് കവറിലിടുന്നു, അത് ആമസോണിൻ്റെ ആൾ വരുന്നു, അത് ഡെലിവറി ആകും. ഡെലിവറി ആയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 15 ദിവസം കഴിഞ്ഞാലാണ് ഏകദേശം ആമസോൺ ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് റോഡ് മാപ്പ്. അപ്പോൾ ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായിട്ട് ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ കണക്ട് ചെയ്യുക, ഒരു 1-to-1 സെഷൻ ബുക്ക് ചെയ്യുക, അതിൻ്റെ കറക്റ്റ് റോഡ് മാപ്പ് പറഞ്ഞുതരാം. ഓക്കെ.